പ്രസിദ്ധനായ ഫുൾട്ടൻ ജെ ഷീൻ ദ പ്രീസ്റ്റ് ഈസ് നോട്ട് ഹിസ് ഓൺ എന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം ഒരു പുരോഹിതന്റെ ജീവിതത്തിലെ 2 ഭാവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഈശോയിൽ മനുഷ്യ സ്വഭാവവും ദൈവിക സ്വഭാവവും ഉണ്ടായിരുന്നതുപോലെ സഭയിലും മനുഷ്യ സ്വഭാവവും ദൈവിക സ്വഭാവവും ഉണ്ട്. ഓരോ വൈദികനിലും ഈ മാനുഷികതയും ദൈവികതയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനെ അദ്ദേഹം ഉപമിക്കുന്നത് ശിമയോൻ പത്രോസ് എന്ന നമ്മുടെ ആദ്യത്തെ മാർപ്പാപ്പായുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ശിമയോനും ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് പത്രോസും ഉണ്ട്. ശിമയോനെ കർത്താവ് പേരുമാറ്റി പത്രോസാക്കി, സഭയുടെ അടിസ്ഥാനമായ പാറയാക്കി. അങ്ങനെയാണ് ഈ സഭയുടെ ഘടന കർത്താവ് വിഭാവനം ചെയ്തത്. പക്ഷെ നമുക്കറിയാം, ശിമയോന്റെ ജീവിതത്തിൽ വൈകാരികമായ എടുത്തുചാട്ടങ്ങളുണ്ട്, വിക്ഷോഭങ്ങളുണ്ട്, അതുപോലെ ഭീരുത്വമുണ്ട്, ധൈര്യമുണ്ട്, വലിയ എളിമയുണ്ട്, അഹങ്കാരമുണ്ട്. നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ഈശോയാണെന്നുള്ള ഏറ്റുപറച്ചിലുണ്ട്. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു സ്ത്രീ വന്ന് നീയും അവൻ്റെ കൂടെ ഉള്ളവനല്ലേന്ന് ചോദിക്കും. ഞാൻ ആ മനുഷ്യനെ പോലും അറിയത്തില്ല എന്ന് പറയുന്ന ഒരു ഭാവമുണ്ട്. അങ്ങനെ വിശ്വാസ ഏറ്റുപറച്ചിലിൻ്റെയും വിശ്വാസം തള്ളിപ്പറച്ചിലിൻ്റെയും അനുഭവങ്ങൾ നമുക്ക് ശിമയോനിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ വലിയ തീഷ്ണതയോടെ, വലിയ വിശ്വാസത്തോടെ കർത്താവിനെ അനുഗമിക്കുന്നതും ഒട്ടും വിശ്വാസമില്ലാതെ തളർന്നു പോകുന്നതും നമ്മൾ ശിമയോനിൽ കാണുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ട് ഫുൾട്ടൻ ജെ ഷീൻ പറഞ്ഞു വയ്ക്കുന്നത്, ഒരു പുരോഹിതന്റെ ജീവിതത്തിലും ഈ ഭാവങ്ങളെല്ലാം ഉണ്ട്. ശിമയോൻ പത്രോസിന്റെ ജീവിതത്തിൽ ഈ ശിമയോന്റെ ദൗർബല്യങ്ങളെല്ലാം ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം അനുഗമനത്തിൽ, ശിഷ്യത്വത്തിൽ ആഴപ്പെടുന്നതനുസരിച്ച് ഈ പത്രോസിന്റെ ഭാവം, ക്രിസ്തുവിന്റെ വികാരിയായ പത്രോസിന്റെ ഭാവം അദ്ദേഹത്തിൽ വളർന്നു വന്നു എന്ന് അദ്ദേഹം പറയുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ശിമയോനിൽ നിന്ന് പത്രോസിലേക്കുള്ള ദൂരമാണ് ഒരു പുരോഹിതന്റെ ജീവിതത്തിലെ വളർച്ചയുടെ ദൂരമെന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. വളരെ മനോഹരമായ ഒരു ചിന്തയാണത്. നമ്മൾ പൗരസ്ത്യ ചിന്തയിൽ, പ്രത്യേകിച്ച് പൗരസ്ത്യ സഭകളിലൊക്കെ ഒരാളെ മെത്രാനായിട്ട് വാഴിക്കുമ്പോൾ അദ്ദേഹത്തിന് മാതാപിതാക്കൾ കൊടുത്ത പേര് മാറ്റി പുതിയൊരു പേര് സ്വീകരിക്കാൻ പറയും. കാരണം ഇനി മുതൽ നീ ഒരു പുതിയ വ്യക്തിയാണ്, പഴയ ആളല്ല. പേരൊക്കെ മാറ്റിയാലും ഈ പഴയ ആൾ അങ്ങനെ അങ്ങ് മാഞ്ഞു പോവോ? ഒരിക്കലുമില്ല. പഴയ സ്വഭാവവും പഴയ രീതികളും എല്ലാം നമ്മളിൽ തന്നെയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അതെല്ലാം തലപൊക്കും. പുതിയ ഒരു ദൗത്യവും പുതിയ ഒരു സ്വത്വവും ഒക്കെ നീ സ്വീകരിക്കുന്നുണ്ടെങ്കിലും ഈ പഴയ മനുഷ്യൻ അവിടെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ വലിയ ഒരു സംഘർഷം എന്ന് പറയുന്നത് ഈ പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും തമ്മിലുള്ളതാണ്. ഗലാത്യ ലേഖനം 5-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, ജഡമോഹങ്ങളും ആത്മാവിന്റെ അഭിലാഷങ്ങളും പരസ്പരം യുദ്ധത്തിലായതിനാൽ ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയാതെ വരും. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലും ഇതുണ്ട്. നമ്മുടെ സാധാരണ മോഹങ്ങളും അതുപോലെ ദൈവാത്മാവ് നമുക്ക് പകർന്നു തരുന്ന അഭിലാഷങ്ങളും ഇത് തമ്മിൽ നിരന്തരം യുദ്ധത്തിലായതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന നന്മ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കാതെ വരും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം നമുക്കിത് കാണാൻ സാധിക്കും. സഭ മിശിഹായുടെ ഭൗതിക ശരീരമാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു സംശയം, നമ്മളൊക്കെയാണോ കർത്താവിൻ്റെ ശരീരം? നമ്മൾ ഈ പാപമെല്ലാം ചെയ്ത് കൂട്ടുന്ന പാർട്ടികൾ, വീട്ടിൽ കിടന്ന് സർവ്വനേരം വഴക്ക് പിടിക്കുന്ന ആൾക്കാർ, നമ്മളൊക്കെയാണോ കർത്താവിൻ്റെ അവയവങ്ങൾ, കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാകുന്നത് നമ്മളാണോ? കാരണം അപൂർണതകളുള്ള മനുഷ്യരെയാണ് കർത്താവ് തൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാകാനായിട്ട് വിളിച്ചു കൂട്ടുന്നത്. അതുകൊണ്ട് ഈ സഭ കർത്താവിൻ്റെ ശരീരമാണെന്ന് പറയുന്നത് ശരിയല്ലെന്ന് വരുമോ? ഒരിക്കലുമില്ല. കാരണം ശിരസ് കർത്താവാണ്, ശരീരം സഭയാണ്. ആ
ശരീരത്തിന്റെ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. കർത്താവ് ശിരസ്സായിരിക്കുന്നിടത്തോളം നമുക്ക് നമ്മുടെ ഈ സഭയാകുന്ന ശരീരത്തിന് ഒരു കുറവുമില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നമുക്കറിയാം, എല്ലാം തികഞ്ഞ മനുഷ്യരല്ല സഭയിലുള്ളത്. സഭയെന്ന് പറയുന്നത് വിശുദ്ധരുടെ ഒരു മ്യൂസിയമല്ല, മറിച്ച് പാപികളുടെ ഒരു ആതുരാലയമാണ് എന്ന് പറയാറുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മുടെ സഭാ ശുശ്രൂഷകൾക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ അത് വലിയ ആരവത്തോടെ മാധ്യമങ്ങളൊക്കെ ആഘോഷിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഒരു ചിന്ത, ഒരു വൈദികൻ ഒരിക്കലും തെറ്റ് ചെയ്യാൻ പാടില്ല, ഒരു കന്യാസ്ത്രീക്ക് ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല, മെത്രാനാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഇതൊരു വല്ലാത്ത ഒരു പരിപൂർണത എന്ന് പറയുന്ന ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടുള്ള ഒരു ചിന്തയാണ്. പക്ഷെ നമ്മളെല്ലാം സാധാരണ മനുഷ്യരാണ്. സാധാരണ മനുഷ്യരായിരിക്കുന്നിടത്തോളം നമുക്ക് ചിലപ്പോൾ കുറവുകളും ദൗർബല്യങ്ങളും ഉണ്ടാവാം. പക്ഷേ സഭയാകുന്ന ശരീരത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മളെല്ലാം ഒരു ആത്മീയമായ രൂപാന്തരീകരണത്തിലൂടെ കടന്നു പോവുകയാണ്. അതുകൊണ്ട് നിന്റെ കുറവുകളെ കുറിച്ച് നീ വിഷമിക്കണ്ട, നിന്റെ ബലഹീനതകളെ കുറിച്ച് നീ വിഷമിക്കണ്ട. സഭയാകുന്ന ശരീരത്തോട് ചേർന്ന് നിൽക്കാൻ പരിശ്രമിച്ചാൽ മാത്രം മതി. കൂദാശകൾ സ്വീകരിച്ച് സഭയാകുന്ന ശരീരത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നീ നിരന്തരമായിട്ട് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാം തികഞ്ഞവരല്ല പള്ളിയിൽ വരുന്നത്, കുറവുകളുള്ള മനുഷ്യരാണ്. കുറവുകളുള്ള വൈദികരെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഉതപ്പുകൾ കൊടുക്കുന്ന ആത്മീയ മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. മാർപ്പാപ്പായെ പോലും ധിക്കരിക്കുന്ന വൈദികരെയും ഈ കാലഘട്ടം നമുക്ക് കാണിച്ചു തരുന്നു. പക്ഷേ അത് സഭയാകുന്ന മൗതിക ശരീരത്തിന്റെ പൂർണ്ണതയ്ക്ക് കുറവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഭയാകുന്ന ശരീരത്തോട് ചേർന്ന് നിൽക്കുന്നിടത്തോളം ഈ കൃപയുടെ അനുഭവത്തിലായിരിക്കാൻ സാധിക്കുകയും മാനസാന്തരത്തിലൂടെ തിരിച്ചു വരാൻ സാധിക്കുകയും ചെയ്യും. നമ്മുടെ എല്ലാ ദേവാലയങ്ങളിലും കുമ്പസാരക്കൂടുകൾ തുറന്നു വെച്ചിട്ടുണ്ട്. എല്ലാം തികഞ്ഞ മനുഷ്യർക്ക് കുമ്പസാരത്തിന്റെ ആവശ്യമില്ല, നമ്മളെല്ലാം പാപികളായതുകൊണ്ട്. പക്ഷേ ഈ സഭാ ശരീരത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് പാപസങ്കീർത്തനത്തിലൂടെ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എല്ലാം തികഞ്ഞവരുടെ കൂട്ടായ്മയല്ല പൗരോഹിത്യ കൂട്ടായ്മ, സഭാ കൂട്ടായ്മ, മറിച്ച് നിരന്തരമായി രൂപാന്തരപ്പെടുന്നവരുടെ കൂട്ടായ്മയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ എന്നോട് പറയുകയുണ്ടായി, പിതാവേ, ദൈവവിശ്വാസമില്ലാത്ത മന്ത്രിമാർക്കും പള്ളിയിൽ പോവുകയും കുമ്പസാരിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ വിശ്വാസമാണ്. മന്ത്രിക്ക് ദൈവവിശ്വാസമൊന്നുമില്ല, പക്ഷെ ഈ സെക്രട്ടറി പള്ളിയിൽ പോകുന്നൊന്നും കുമ്പസാരിക്കുന്നവനാണെന്നും അറിയാം, വലിയ വിശ്വാസമാണ്. കാരണം തെറ്റുകൾ ഏറ്റുപറയുന്ന മനുഷ്യൻ നന്മയുള്ളവനാണ് എന്നൊരു ചിന്ത നിരീശ്വരന്മാരിൽ പോലുമുണ്ട്. നമ്മുടെ സഭാ സമൂഹത്തിൽ അംഗങ്ങളായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ മനോഹാരിത നമ്മുടെ കുറവുകളെ അംഗീകരിക്കുന്ന നമ്മുടെ ദൈവം, അതേസമയം നമുക്ക് ദൈവികതയിലേക്ക് വളരാനുള്ള സാധ്യത നമുക്ക് കാട്ടിത്തരുന്ന ദൈവം. അതാണ് നമ്മൾ എന്നും തിരിച്ചറിയേണ്ടത്. ഓരോ മനുഷ്യനിലും മാനുഷികതയും ദൈവികതയും ഉണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അതാണ്. നമ്മൾ മാനുഷിക ബലഹീനതകളോട് കരുണയുള്ളവരായിരിക്കണം, അതേസമയം ദൈവികതയിലേക്ക് വളരാനുള്ള സാധ്യതകളെ ഉപയോഗിക്കുകയും ചെയ്യണം. അതാണ് പൗരോഹിത്യത്തിന്റെ മനോഹാരിത. ദുർബലരോട് കൂടി നടക്കുകയും അവരെ തികവിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ആ ഒരു അനുഭവം. രോഗികളുടെ കൂടെയും പതിതരുടെ കൂടെയും തകർച്ചകളുള്ള കുടുംബങ്ങളുടെ കൂടെയും ഒരുപക്ഷെ മദ്യപാനത്തിലൂടെയും ലഹരിയിലൂടെയും മയക്കുമരുന്നിലൂടെയൊക്കെ നശിച്ച മനുഷ്യരുടെ കൂടെ, ദുർവൃത്തമായ ജീവിതം നയിക്കുന്ന മനുഷ്യരുടെ കൂടെ, അരികുകളിലേക്ക് തള്ളപ്പെട്ടവരുടെ കൂടെ നടക്കാൻ ഈ പുരോഹിതനുണ്ട്. അത് അവരുടെ ജീവിതാവസ്ഥയെ അംഗീകരിക്കുന്നത് കൊണ്ടല്ല, അവരുടെ ബലഹീനതകളെ അംഗീകരിച്ചുകൊണ്ട് അവർക്ക് ദൈവികതയിലേക്ക് വളരാനുള്ള സാധ്യതയുണ്ടെന്ന് അവരെ കാട്ടിക്കൊടുക്കുകയാണ്. അതാണ് സഭയുടെ ദൗത്യം. സഭ എല്ലാം തികഞ്ഞവരുടെ പരിപൂർണരുടെ ഒരു കൂട്ടായ്മയല്ല, മറിച്ച് ബലഹീനരുടെയും പാപികളുടെയും ഒരു ആതുരാലയമാണ്. ഇവിടെ സൗഖ്യമുണ്ട്, ഇവിടെ വളർച്ചയിലേക്കുള്ള സാധ്യതകളുണ്ട്. ആ ഒരു ചിന്തയോടുകൂടി പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും പരസ്പരം പ്രാർത്ഥനകളാൽ ശക്തിപ്പെടുത്തണം.
നമ്മുടെയൊക്കെ വൈദികർക്കും മെത്രാന്മാർക്കും മാർപ്പാപ്പായ്ക്കും നമ്മുടെ സന്യസ്തർക്കും എല്ലാം പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട്. കാരണം അവരെല്ലാം സാധാരണ മനുഷ്യരാണ്. ഈ സാധാരണ മനുഷ്യരായിരുന്നു കൊണ്ട് തന്നെ അവർ ദൈവികമായ യാഥാർത്ഥ്യങ്ങളെ ജീവിക്കാൻ ക്ലേശിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്കെല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. വിശ്വാസികൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എല്ലാവരും പരസ്പരം പ്രാർത്ഥിക്കുന്നവരായി മാറുകയാണ്. നമ്മൾ മറ്റുള്ളവരെ വിധിക്കുന്നവരെന്നുള്ളതിനേക്കാളും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ സുഖപ്പെടുത്തുന്ന ഒരു സമൂഹമായി സഭ മാറുന്നത്.